ഒരു മാസം പുരസ്കാര വിവരം മുൻപ് പുരസ്കാര വിവരം സർക്കാരിനെ അറിയിച്ചിരുന്നുവെന്ന് സംഘാടകരായ HRDS പ്രതികരിച്ചു. ഞങ്ങൾ തരൂർജിയെ ഇതിനകത്ത് തിരഞ്ഞെടുക്കാൻ ഉണ്ടായൊരു കാര്യം, ലോകത്തിന് വേണ്ടിയിട്ട് വലിയ രൂപത്തിലുള്ള സംഭാവന ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നിലയിലേക്ക് വന്നത് ആളാണ് തരൂർജി. 150 കോടി ജനങ്ങൾക്കകത്തുനിന്ന് ഞങ്ങൾ മികച്ചത് എന്ന് കരുതുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ ജൂറിയുടെ ചെയർമാനും നമ്മുടെ OSD സജി കരുണാകരനും അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ കൂടെ ഈ അവാർഡ് വാങ്ങുന്നവരുടെ ലിസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ ലിസ്റ്റ് നമ്മൾ കൊടുത്തു. അന്നേരം ഒന്നും അദ്ദേഹം ഇങ്ങനെ ഒരു എതിർപ്പ് പറഞ്ഞതേ ഇല്ല. ഇതേവരെ നമ്മുടെ ഓഫീസിനെ അറിയിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട്. ഈ കോൺഗ്രസിൻ്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന വലിയ ഭീഷണി ഉണ്ടാകുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം പിന്മാറേണ്ടി വന്നതായിരിക്കാം. ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരുന്നു പുരസ്കാരം സമ്മാനിക്കേണ്ടിയിരുന്നത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അജീഷ്, ഈ ആദ്യ സവർക്കർ പുരസ്കാരത്തിന് ഡോക്ടർ തരൂരിനെ അർഹനാക്കിയതിന്റെ വിവരങ്ങളൊക്കെ സംഘാടകർ പറയുന്നുണ്ട്. പക്ഷേ തരൂരിനെ സംബന്ധിച്ച് ഇതൊരു വലിയ സമ്മർദ്ദം ഉണ്ടാകുന്ന വിഷയമാണ്. ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ തരൂർ പറഞ്ഞത് ഈ വിവരങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്, അല്ലാതെ താൻ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷേ സംഘാടകർ പറയുന്നു നേരിട്ട് ചെന്ന് ഈ വിവരങ്ങൾ തരൂരിനെ അറിയിച്ചതാണ്, പുരസ്കാരം അദ്ദേഹത്തിനാണെന്നുള്ള കാര്യങ്ങൾ അറിയിച്ചു, അദ്ദേഹം മറ്റ് വിശദാംശങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു എന്നാണ്. ഇപ്പോൾ എന്താണ് ഡോക്ടർ തരൂർ അവസാനം പറയുന്നത്? അദ്ദേഹം ഈ അവാർഡ് നിരസിച്ചു എന്ന് പറയാറായോ? ഇപ്പോൾ തരൂരിൻ്റെതായിട്ട് പുറത്തു വന്ന ഏറ്റവും ഒടുവിലത്തെ വിശദീകരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യം അതിന് കുറച്ചും കൂടി ആവർത്തിക്കുകയാണ്. അതായത് ഇന്നലെ വോട്ടെടുപ്പിൽ ചെന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു അവാർഡിനെ കുറിച്ച് മാധ്യമങ്ങളിലൂടെയാണ് തനിക്ക് അറിവ് കിട്ടിയത്. ആ അവാർഡ് നൽകുന്ന സംഘടനയെക്കുറിച്ചൊരു വ്യക്തതയില്ല, അവർ തങ്ങളെ വന്ന് കണ്ടിട്ടില്ല, മാത്രമല്ല തന്നോട് ചോദിക്കാതെയാണ് ഇങ്ങനെ ഒരു അവാർഡ് നൽകിയത് എന്നായിരുന്നു തരൂർ പറഞ്ഞത്. ഇന്ന് അദ്ദേഹം അത് വിശദീകരണം ആവർത്തിക്കുന്നത് ഇത്തരത്തിൽ ഒരു സംഘടന അത് അവരുടെ നിരുത്തരവാദിത്തപരമാണ്. കാരണം തന്നോട് ചോദിക്കാതെ ഇങ്ങനെ ഒരു അവാർഡ് നൽകിയത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഘടനയെക്കുറിച്ച് അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊന്നും അറിയാതെ, ഈ അവാർഡിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാതെ താൻ അതിൽ പങ്കെടുക്കുമോ അല്ലെങ്കിൽ അവാർഡ് സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല എന്ന് പറഞ്ഞ് തരൂര് ഈ വിവാദത്തെ തണുപ്പിക്കുകയാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. തരൂരിന് കൂടുതൽ കുരുക്കാകുന്നത് ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഡൽഹിയിലെ ജോർബാഗിലുള്ള ഈ HRDSൻ്റെ ഓഫീസിലാണ്. ഇവിടുത്തെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള പ്രധാനപ്പെട്ട ഇവിടുത്തെ ഭാരവാഹികളുണ്ട്. അവരോടൊക്കെ നമ്മളിപ്പോൾ പ്രതികരണം കേട്ടതാണ്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു മാസം മുമ്പ് തന്നെ ഇവരുടെ ഈ അവാർഡ് ജൂറി കമ്മിറ്റി അധ്യക്ഷനായിട്ടുള്ള രവികാന്ത്, മുൻ IAS ഉദ്യോഗസ്ഥൻ കൂടിയാണ്, അദ്ദേഹവും ഈ സംഘടനയുടെ ഭാരവാഹികളടക്കം നേരിട്ടാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്ന് ഈ അവാർഡിന്റെ കാര്യം പറഞ്ഞത്. ഈ ജോർബാഗിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമാണ് അദ്ദേഹത്തിന്റെ വസതിയുള്ളത്. ഈ വസതിയിൽ നേരിട്ട് ചെന്നാണ് ഈ അവാർഡിന്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ആരൊക്കെയാണ് മറ്റ് അവാർഡ് ജേതാക്കൾ എന്നത് ശശി തരൂർ ചോദിച്ചു. അപ്പോൾ ആ അവാർഡിന്റെ ലിസ്റ്റ് ശശി തരൂരിന് പിറ്റേ ദിവസം കൊടുത്തു എന്നും പറഞ്ഞു. ഇതിൽ വി മുരളീധരൻ, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം ഈ അവാർഡ് ജേതാക്കളാണ്. മാത്രമല്ല മറ്റ് പ്രമുഖ വ്യക്തികൾ, മ്യൂസീഷ്യൻസ് അടക്കമുള്ള മറ്റു പ്രമുഖ വ്യക്തികൾ ഈ അവാർഡ് ജേതാക്കളാണ്. ഏതായാലും അജീഷ് ജയകുമാർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടർ തരൂർ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നതാണ്. അതേസമയം തന്നെ ഔദ്യോഗികമായി അദ്ദേഹം ഈ അവാർഡ് നിരസിച്ചോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല. അദ്ദേഹം കൊൽക്കത്തയിലേക്ക് പോകുന്നു എന്നാണ് ഡോക്ടർ തരൂർ അറിയിച്ചിരിക്കുന്നത്. അതിനപ്പുറം ഈ അവാർഡിനെ ഡോക്ടർ തരൂർ നിരസിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.